ബഹുമാന്യനായ ശ്രീ അബ്ദുള്ളയോട് സംസ്ഥാന സർക്കാരിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ചെറിയ സംഭാവനയല്ല അദ്ദേഹം നൽകിയിട്ടുള്ളത്. എനിക്കറിഞ്ഞുകൂടെ എത്ര വിലമതിക്കുന്ന നാട്ടുകാർക്ക് അറിയുമായിരിക്കും. ഒരേക്കർ ഭൂമിക്ക് എത്ര 1 കോടിയോളം രൂപ വിലമതിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ വേലി, ഇവിടെ വേലി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് വേലി. അതങ്ങോട്ട് ഇറക്കി കെട്ടി കയറ്റി കെട്ടി എന്നൊക്കെ പറഞ്ഞ് 1 ഇഞ്ച് ഭൂമിക്ക് സഹോദരന്മാർ തമ്മിൽ കത്തിക്കൂത്ത് നടക്കുന്ന ഒരു കാലത്താണ് 1 ഏക്കർ ഭൂമി അദ്ദേഹം ഈ പദ്ധതിക്കായി സൗജന്യമായി വിട്ടു നൽകിയിട്ടുള്ളത്. അപ്പൊ വലിയ മനസ്സിനെ നമ്മളെല്ലാവരും ആദരവോടുകൂടി അംഗീകരിക്കുന്നു. ലയൺസ് ക്ലബും വലിയ പിന്തുണയാണ് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിക്ക് നൽകുന്നത്. 100 വീടുകളാണ് ലയൺസ് ക്ലബ് നിർമ്മിച്ചു നൽകുന്നത്. അതിൽ 25 വീടുകളുടെ ശിലാസ്ഥാപനം കിളിമാനൂരിൽ നിർവഹിച്ചിട്ടാണ് ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. ലയൺസ് ക്ലബിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി ഞാൻ കടക്കൽ വെച്ച് രേഖപ്പെടുത്തുകയാണ്. നിയമസഭയിൽ തന്നെ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. 100 വീട് ലയൺസ് ക്ലബിന്റെ സംഭാവന, ഈ ഒരു ജില്ലയുടെയാണ് അല്ലെ. ലയൺസ് ക്ലബിന് അനേകം ഡിസ്ട്രിക്റ്റുകളുണ്ട്. അതിലൊന്നാണ് ഡിസ്ട്രിക്ട് 318A. അവരുടെ മാത്രം സംഭാവനയാണ് ഈ 100 വീടുകൾ എന്നത്. ലയൺസ് ക്ലബിന്റെ ആകെ സംഭാവനയല്ല. അപ്പൊ അതുകൊണ്ട് ആ പ്രാധാന്യത്തിൽ നമ്മളതിനെ കാണണം. ലയൺസ് ക്ലബിന്റെ ഭാരവാഹികളോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാന്യനായിട്ടുള്ള മന്ത്രി പറഞ്ഞതുപോലെ ലൈഫ് താരതമ്യമില്ലാത്തൊരു പദ്ധതിയാണ്. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ലൈഫ് ഭവന പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച് പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം 4,24,800 4,15 ലക്ഷം വീട്. 1,14,000 വീടുകൾ ഇപ്പോ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൂടി ചേർത്താൽ 5,38,831 വീടുകൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് ലൈഫിൽ സഹായം കൊടുത്തു. സർക്കാർ പ്രതീക്ഷിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം ഒരു 1 ലക്ഷം വീടുകൾക്ക് കൂടി നമുക്ക് ധനസഹായം കൊടുക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ 6.5 ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ചു നൽകുന്ന, ഇന്ത്യയിൽ മറ്റൊരിടത്തും നടപ്പിലാക്കിയിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ബൃഹത്തായ ഒരു ഭവന നിർമ്മാണ പദ്ധതി എന്ന നിലയിൽ ലൈഫ് ചരിത്രത്തിലിടം പിടിക്കും. എണ്ണം മാത്രമല്ല, ഒരു വീടിന് കൊടുക്കുന്ന പൈസ അത് പ്രധാനമാണ്. 4 ലക്ഷം രൂപയാണ് ഒരു ഗുണഭോക്താവിന് ലൈഫിൽ കൊടുക്കുന്നത്. 4 ലക്ഷം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതിന്റെ പകുതി പോലും കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് നീക്കിവെക്കാൻ ആവശ്യപ്പെട്ട തുക ഒരു ഗുണഭോക്താവിന് 48,000 രൂപയാണ്. 48,000. കേന്ദ്രവിഹിതം PMAY ഗ്രാമീൺ അത് 72,000 ആണ്. 72,000. കേരളത്തിൽ അത് കിട്ടിയത് 33,831 പേർക്കാണ്. അത്ര പേർക്കേ ഉള്ളൂ. 33,000 പേർക്ക്, അല്ലെങ്കിൽ 34,000. എത്ര വെച്ച്? 72,000 വെച്ച്. ആ 72,000ന്റെ കൂടെ സംസ്ഥാനം 48,000 കൊടുക്കണം എന്നാണ് കേന്ദ്രം പറയുന്നത്. നമ്മൾ കൊടുക്കുന്നത് 4 ലക്ഷമാണ്. വേണമെങ്കിൽ 48,000 കൊടുത്താൽ മതി. അപ്പോ ആ വ്യത്യാസം ലൈഫിന്റെ വീടിലും കാണാൻ പറ്റും. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ നമ്മുടെ ചില